10,000-ആയി. നാട്ടകം സുരേഷിന്റെ ഭൂരിപക്ഷം 10,000-ആയി. വിജയം ഉറപ്പിച്ചു നാട്ടകം സുരേഷ്. അവിടെ മന്ത്രി പരാജയപ്പെടുന്നു. നാട്ടകം സുരേഷിന്റെ ഭൂരിപക്ഷം 10,000-ആയി. വലിയ തോതിൽ അവിടെ പരാജയപ്പെടുന്നു. ശോഭാ സുരേന്ദ്രൻ വീണ്ടും മുന്നിൽ, 737 വോട്ടുകൾക്ക് ശോഭാ സുരേന്ദ്രൻ മുന്നിൽ. വീണ്ടും ശോഭാ സുരേന്ദ്രൻ മുന്നിൽ പാലക്കാട്. സിദ്ദിഖിന്റെ ഭൂരിപക്ഷം 10,000 കടന്നു. ടി സിദ്ദിഖ് 10,000 കടന്നു. പി കെ നവാസ് 6,300 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ഇപ്പോ 2000 രവീന്ദ്രനാഥ് മണലൂരിൽ മുന്നിലാണ്. ഹരിപ്പാട് രമേശ് ചെന്നിത്തല 5000-ന് മുകളിലായി. ധർമ്മടത്ത് VP അബ്ദുൾ റഷീദ് ഇപ്പോഴും പിണറായി വിജയനെ പിന്നിലാക്കിയിരിക്കുന്നു. 2000-ലധികം വോട്ടിന്റെ മേൽക്കൈയോട് കൂടിയാണ്. അതേസമയം ശോഭാ സുരേന്ദ്രൻ ഇതാ തിരിച്ചു വന്നിരിക്കുന്നു. 737 സതീശൻ പിന്നിലാണ്. പിന്നിലെല്ലാം മുന്നിൽ എത്തിയിരിക്കുകയാണ്. 995 വോട്ടുകൾക്ക് മുന്നിൽ. ടൈസൺ മാഷ പിന്നിലാക്കിയിരിക്കുന്നു. അങ്ങനെ തൃശ്ശൂർ രാജൻ പല്ലലിലൂടെ തിരിച്ചു പിടിക്കുന്നു. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല 2597 വോട്ടുകൾക്കാണ് ഇപ്പോൾ പത്തനാപുരത്ത് മുന്നിൽ നിൽക്കുന്നത്. ഇടുക്കിയിൽ റോയ് കെ പൗലോസ് വിജയം ഉറപ്പിക്കുന്നു. 5000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷ മേൽക്കൈയിലേക്കാണ് പോകുന്നത്. ബത്തേരിയിൽ IC ബാലകൃഷ്ണനും വിജയം ഉറപ്പിക്കുകയാണ്. 4000-ലധികം വോട്ടിന്റെ മേൽക്കൈ. കേരള കോൺഗ്രസ് മുഴുവൻ തകർന്നടിഞ്ഞല്ലേ. കേരള കോൺഗ്രസ് പാണി വിഭാഗത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ജില്ലകളിൽ 0-ആണ് ഇപ്പോൾ LDF. മലപ്പുറത്ത് 0-ആണ് LDF. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ 0-ആണ്. അതുപോലെ തന്നെ ഇടുക്കിയിലും 0-ആണ്. വയനാട് പക്ഷേ ORKകൾ ലീഡ് ചെയ്യുന്നുണ്ട്. ഇടുക്കിയിൽ 5-0 എന്നുള്ളതാണ്. എറണാകുളത്ത് 14-0-ഉം മലപ്പുറത്ത് 16-0-ഉമാണ്. പി രാജീവ് ഇപ്പോഴും 2000 വോട്ടുകൾക്ക് പിന്നിൽ നിൽക്കുന്നു എന്നതാണ്. മറ്റൊരു മന്ത്രി കൂടി വലിയ തോൽവിയിലേക്കാണ് പോകുന്നത് എന്നതാണ്. ഒരുപക്ഷെ എറണാകുളം ജില്ലയിൽ LDF-ന് പ്രതീക്ഷിക്കാവുന്ന ഏക സീറ്റായി കളമശ്ശേരി മാറുകയാണ്. കൊച്ചിയും പക്ഷേ UDF വലിയ ലീഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചവറയിൽ ഷിബു ബേബിജോൺ 6,800 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു.